നമസ്കാരം. എൻ്റെ അടുത്ത് അധികവും കൺസൾട്ടേഷന് വരുന്നത്, കൗൺസിലിങ്ങിനായിട്ട് വരുന്നത് ജീവിതത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരാണ്. ഒറ്റപ്പെടലെന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ട്. ഇപ്പോൾ ആരുമില്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്നവരുണ്ട്, ആൾക്കൂട്ടത്തിൽ തനിച്ചായവരുണ്ട്. ഇങ്ങനെ ഒറ്റപ്പെടൽ എന്ന് പറയുന്ന അവസ്ഥയിലുള്ളവരാണ് കൂടുതലും കൺസൾട്ടേഷന് വരുന്നത്. അപ്പോൾ ഞാൻ അവരോട് എപ്പോഴൊക്കെ പറയുന്നൊരു കാര്യമാണ്, രണ്ട് വസ്തുതകൾ മുറുക്കെ പിടിച്ചോണം. കാരണം നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്, അത് ഇമോഷണലി ആകട്ടെ ഫിസിക്കലി ആകട്ടെ എങ്ങനെയായാലും ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് എന്നറിയുമ്പോൾ, മനുഷ്യരാണല്ലോ, ലോകത്തുള്ളവരെല്ലാം മനുഷ്യന്മാരാണല്ലോ, നമുക്ക് ചുറ്റുമുള്ളവരൊക്കെ. അപ്പം മനുഷ്യർ പലതരത്തിലാണ്. അപ്പോൾ നമ്മളെ തളർത്താനാണ് കൂടുതലും ആളുകൾ നമ്മുടെ അടുത്തോട്ട് വരിക. ബഹുഭൂരിപക്ഷം നല്ലവരായ ആളുകളിൽ നിന്നും നമ്മുടെ അടുത്തോട്ട് വരുന്നത് അധികവും തളർത്താനുള്ളവരായിരിക്കും. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ഒരു പ്രിക്വേഷൻ എന്ന് പറഞ്ഞാൽ സോ വാട്ട് അതുകൊണ്ട് എന്താ, എന്തു പറഞ്ഞാലും അങ്ങനെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എടുത്താൽ മതി. സോ വാട്ട്. പിന്നെ നമ്മളെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായത്തിനനുസരിച്ച് തട്ടിക്കളിക്കാവുന്ന ഒരു ഫുട്ബോൾ ആവാതിരിക്കുക. നമുക്ക് സ്വന്തമായിട്ട് ഒരു നിലപാടുണ്ടാവണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? ഭൂമിയിൽ ചവിട്ടി നിന്നാൽ മാത്രമേ നമുക്ക് നിലപാടുകൾ ഉണ്ടാവൂ. നമ്മൾ കാണണം, ചുറ്റുമുള്ള ലോകം എന്താണെന്ന് കാണണം, അറിയണം. നമ്മളങ്ങനെ പൊട്ടക്കണത്തിലെ തവളകായിട്ട് മാറിയാൽ നമുക്ക് നിലപാടുകൾ ഉണ്ടാവില്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ മുഖമില്ലാത്ത ഐഡിയിൽ നിന്ന് വന്നാണ് പലപ്പോഴും നമ്മളെയൊക്കെ പോസ്റ്റുകൾക്ക് താഴെ ഒരുപാട് വൾഗറായിട്ടുള്ള കമൻസ് എഴുതുന്നത് അല്ലേ. അപ്പം അതെന്ന് വെച്ചാൽ നേർക്ക് നേരെ നിന്ന് ഫൈറ്റ് ചെയ്യാനുള്ള കെൽപ്പില്ലാത്ത മനുഷ്യന്മാരാണ് അവർ, മുഖമില്ലാത്ത ഐഡികളിൽ നിന്ന് വന്നിട്ട്. ഇപ്പം ഞാൻ ഇന്നലെ എൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്നവരുടെ ലിസ്റ്റ് എടുത്ത് ഇങ്ങനെ നോക്കിയപ്പോൾ എത്ര പേരാണെന്നറിയോ ഫോളോവേഴ്സിൽ മുഖമില്ല, അത് വേറെ ഫ്രണ്ട്സൊന്നും ഇല്ല. അപ്പം അതിനകത്ത് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്, നമുക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ചില ഐഡിയകളുണ്ട്, വളരെ കുറച്ച് ഐഡിയകൾ അങ്ങനെയുണ്ട്. അവരുടെ ഉദ്ദേശം നല്ലതോ ചീത്തതോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അത്ര വലിയൊരു എന്ത് പ്രശ്നം വന്നാലും സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്ന ഒരാളല്ല. എനിക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ വരും, തകരും. പക്ഷേ ഞാൻ ഉയർത്തെഴുന്നേക്കും, അത് വേറെ കാര്യം. പക്ഷെ ആ തകരേണ്ട അവസ്ഥ ഞാൻ വിളിച്ചു വരുത്തണ്ടല്ലോ. അപ്പം ഞാനിങ്ങനെ മുഖമില്ലാതെ വരുന്ന എല്ലാ ഐഡിയസിനെയും ഞാൻ ബ്ലോക്ക് ഇടും. പിന്നെ ഞാൻ സ്വയം എന്നെ തന്നെ ഞാൻ സമാധാനിപ്പിക്കും. അതായത് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ, ഫേക്ക് ഐഡിയിൽ നിന്ന് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ സോ വാട്ട്. പക്ഷേ ഈ ഒരു തലത്തിലെത്താനായിട്ട് ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ചിന്തകൾ കൊണ്ടും എൻ്റെ മനസ്സുകൊണ്ടും ഒരുപാട് സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഞാൻ നിന്നതെന്ന് പറയുന്നത് ഒരുപാട് മുന്നേ ഒരു തലത്തിലാണ്. അവിടെ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഭയങ്ങളെ തുരത്തി ഓടിക്കാൻ തക്കവണ്ണം ഒരാൾ എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പം അത് ആരുടെയും തെറ്റല്ല കേട്ടോ, എൻ്റെ ഒരു ഞാൻ അപ്രോച്ച് ചെയ്യുന്ന രീതിയുടെ പ്രശ്നമായിരുന്നിരിക്കും. മനുഷ്യരൊന്നും അത്രത്തോളം ആഴത്തിൽ മറ്റൊരാളെ മനസ്സിലാക്കാനുള്ള എഫേർട്ട് എടുക്കത്തില്ല. അപ്പം അതുകൊണ്ട് ഒരു നിസ്സഹായ അവസ്ഥയാണ് എന്നിൽ. അപ്പം ഒരു കാലം എത്തിയപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് ഈ ഭയങ്ങളിൽ ജീവിക്കാൻ പറ്റത്തില്ല. എനിക്ക് വല്ലാത്തൊരു അവസ്ഥയാണത്. ചുറ്റും ഭയങ്ങളുമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് വളരെ വലിയൊരു മരണതുല്യമായൊരവസ്ഥയാണ്. അപ്പോൾ എല്ലാം പേടിയാണ് എനിക്ക്, പ്രേതം, ഭൂതം, എല്ലാത്തിനെയും പേടിയാണ്. അതൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നു പോലും അറിയില്ല. അത് തൊട്ട് അങ്ങോട്ട് എല്ലാം പേടിയാണ്. അപ്പം ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഇപ്പോൾ താമസിക്കുന്ന ഇടം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു നമ്പർ കൊടുത്തിരിക്കുന്നത് 13 എൻ്റെ ഈ ഒരു ഏരിയയ്ക്ക് കൊടുത്തിരിക്കുന്ന നമ്പർ 13. അപ്പം പണ്ട് എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ, അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഒരു തമിഴ് മൂവി ഞാൻ കണ്ടു. 13 നമ്പർ വീടെന്ന് പറഞ്ഞിട്ടൊരു തമിഴ് മൂവി കണ്ടു. അത് കണ്ടിട്ട് ഞാൻ പേടിച്ചിട്ട്, എനിക്ക് പിന്നെ 13 എന്ന് കേൾക്കുമ്പോൾ എനിക്ക് പേടിയാണ്. 13 അന്ന് ആ ഒരു സിനിമ കണ്ട്, ഞാൻ കുട്ടിയാണല്ലോ, ആ 13 എന്ന് പറയുന്ന നമ്പർ എൻ്റെ മനസ്സിൽ പതിഞ്ഞു.
എത്രയോ നാളുകൾ വളർന്നിട്ടുമൊക്കെ 13 എന്ന് കാണുമ്പോൾ ഞാൻ അത് ഏതെങ്കിലും ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങുവാണെങ്കിലും 13 എന്നൊരു ഡേറ്റ് ആണെങ്കിൽ ഞാനത് മാറ്റി വയ്ക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഉള്ള ആ ചെറിയ ഭയങ്ങൾ തൊട്ട് ഓരോന്നായിട്ട് ഒഴിവാക്കപ്പെട്ടു തുടങ്ങി. അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്, മനുഷ്യരൊന്നും പെർഫെക്റ്റ് അല്ല, നമ്മളാരും പെർഫെക്റ്റ് അല്ല, ഞാനുമല്ല. എന്നാൽ കുറേ അപാകതകൾ ഉള്ള ഒരു വ്യക്തിത്വമായിരുന്നു എൻ്റേത്. ഇപ്പോഴും ഞാൻ പെർഫെക്റ്റ് അല്ല, പക്ഷേ അന്നത്തിൽ നിന്നും എല്ലാവരെയും ഭയക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മളത് പുറമെ അങ്ങനെ ആയിരിക്കത്തില്ല എക്സ്പ്രസ് ചെയ്യുന്നത്. ഭയം നമ്മൾ അങ്ങനെ ആയിരിക്കില്ല എക്സ്പ്രസ് ചെയ്യുന്നത്, മറിച്ച് നമ്മൾ വേറൊരു തരത്തിലായിട്ട് അത് പ്രകടിപ്പിക്കുന്നു. അപ്പം നമ്മൾ ഫേക്കായിട്ട് നിൽക്കുന്ന സമയത്ത് അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണെങ്കിലും നമ്മളെ അവർക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പം അതെന്തുകൊണ്ട് ഞാൻ അങ്ങനെ ആയി എന്ന് ചോദിക്കുമ്പോൾ അതും പിറകോട്ട് പോകണം ഓരോരുത്തരും. അപ്പം സ്വയം കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് മനോഹരമായൊരു പ്രക്രിയയാണ്. അങ്ങനെ കണ്ടെത്തി വരുമ്പോൾ നമുക്ക് ഒരു ധൈര്യം വരും. ആ ധൈര്യം, ആ കണ്ടെത്തുക, അതിലൂടെ നമ്മൾ കുറേ കാര്യങ്ങൾ, നമ്മുടെ മുറിവുകൾ ഉണക്കുക, ഹീൽ ചെയ്യുക. അതിലൂടെയാണ് നമ്മൾ ധൈര്യത്തിലോട്ട് എത്തുന്നത്. ധൈര്യം എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ടുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. നമുക്ക് ജീവിക്കാനായിട്ട് അതിബുദ്ധി വേണ്ട, വിവേകം മാത്രം മതി, അതായത് പ്രായോഗിക ബുദ്ധി. അപ്പം എന്നടുത്ത് വരുന്ന ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഏതൊരു വ്യക്തിയെടുത്തും ഞാൻ പറയുന്നത് ഒന്നേ ഉള്ളൂ, ആദ്യം നമ്മൾ നേടിയെടുക്കേണ്ടത് ധൈര്യമാണ്. ഹീൽ ചെയ്യണം, നമ്മുടെ മുറിവുകളെ ഹീൽ ചെയ്യണം. മുറിവുകൾ നമുക്ക് തന്നിട്ടുള്ള വേദനകൾ ഓർമ്മകളായിട്ട് മാറ്റുക എന്നുള്ളതാണ്. നമുക്ക് ഒരാൾ നമ്മളെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ പീഡിപ്പിച്ചാൽ അത് മറക്കാൻ നമുക്ക് പറ്റില്ല. അതെങ്ങനെ മറക്കാൻ പറ്റുക? അത് മറക്കാൻ പറ്റില്ല. പക്ഷേ ആ ഒരു ഓർമ്മ എന്ന് പറയുന്നത് പെയിൻ അല്ലാതാക്കി മാറ്റാം. പെയിൻ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് മാറി തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു ഓർമ്മയായിട്ട് മാത്രം അവശേഷിക്കുന്ന ഒരു തലത്തിലെത്താം. അപ്പം ഞാൻ അതിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് മനുഷ്യരെ. അതാണ് ഹീലിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രവാദ പ്രക്രിയ ഒന്നുമല്ല. പലരും അത് തെറ്റിദ്ധരിക്കുന്നു എന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പോലെ ഒരു വ്യക്തിക്ക്, ഏറ്റവും അടുത്തൊരാൾക്ക് അത് പറ്റും. മക്കളെ ഹീൽ ചെയ്യാൻ പാരൻസിന് പറ്റും, അത്രയും ഒരു കൗൺസിലർക്ക് പറ്റില്ല. മക്കളെ ഹീൽ ചെയ്യാൻ പാരൻസിന് പറ്റും, പങ്കാളികൾക്ക് പറ്റും ആ പരസ്പരം ഹീൽ ചെയ്യാൻ. അപ്പോൾ ഒരാളുടെ വേദനയെ എങ്ങനെ അതിനെ വെറും ഓർമ്മയാക്കി മാറ്റാൻ ഒരു മരുന്ന് നമ്മുടെ എല്ലാ ഉള്ളിലുണ്ട്. അതിന് പ്രപഞ്ചം നമ്മളുടെ കൂടെ ഉണ്ടാവണം, ആ ഒരു ശക്തി ഉണ്ടാവണം. പ്രപഞ്ചം നമ്മുടെ കൂടെ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ പാത കറക്റ്റായിരിക്കണം. നമ്മുടെ പാത എന്ന് പറയുമ്പോൾ നമ്മൾ കാരണം ആരും ഇരുട്ടിലാവരുത്, നമ്മൾ കാരണം ആരും തന്നെ പെരുവഴിയിലാവരുത്, ആർക്കും കിടപ്പാടമില്ലാതാവരുത്, നമ്മൾ കാരണം ആരുടെയും ജീവിതം തകർന്നു പോകരുത്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഒരാൾ ജീവിച്ചിരിക്കവേ ജഡമായി മാറുന്ന അവസ്ഥയിൽ നമ്മൾ കാരണം എത്തിക്കരുത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നമ്മളുടെ വഴിയിൽ കറക്റ്റായിട്ട് വന്നാൽ ബാക്കി പ്രപഞ്ചം നമുക്കൊരു കരുത്ത് നൽകും. അതാണ് ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യം. അതാണ് ഹീലിംഗ്. അല്ലാതെ ഹീലിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ആസ്ട്രോളജിയോ മറ്റു കാര്യങ്ങളോ പഠിച്ച ഒരാളല്ല. അതെല്ലാം വേറൊരു തലത്തിലുള്ള കാര്യങ്ങളാണ്. ഞാൻ പഠിച്ചത് പ്യുവർ സൈക്കോളജിയാണ്. എൻ്റെ പാഷനും സൈക്കോളജിയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഹീലിംഗ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ആവശ്യമാണ്. പക്ഷേ ഹീലിങ്ങിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് വ്യക്തമായ ധാരണ വേണം.